ഹലോ. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്, ഒരു ഈവനിങ് ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് എൻ്റെ വീക്ക് ഓഫ് ഡേ ആണ് കേട്ടോ. മോസ്റ്റ്ലി വീക്ക് ഓഫ് ഡേയിൽ മാത്രമല്ല, എല്ലാ ദിവസങ്ങളിലും എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു ഉച്ചയോടടുത്താണ്. അറൗണ്ട് ഒരു 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ എണീക്കാറ്. ആ ഒരു സമയത്താണ് കേട്ടോ എൻ്റെ ദിവസം സ്റ്റാർട്ട് ചെയ്യാറ്. മോസ്റ്റ്ലി എനിക്ക് ഈവനിങ് ഷിഫ്റ്റാണ് മെയിനായിട്ടും. 2 to 11 അങ്ങനത്തെ ഒരു ഷിഫ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ അല്ല, ഉച്ചയ്ക്ക് എണീറ്റിട്ട് എനിക്ക് എണീറ്റപ്പോൾ തന്നെ കുക്ക് ചെയ്യാൻ ഭയങ്കര മടിയായിട്ടോ. എന്നിട്ട് ഞാൻ താഴെ പോയി വാങ്ങിയ മുളക് ബജിയും ചായയാണ്, അത് ആദ്യം തന്നെ കഴിച്ചു. ഇനി നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്, അതായത് കുക്കിംഗ്. അപ്പം മോസ്റ്റ്ലി വീക്ക് ഓഫ് ദിവസങ്ങളിൽ കുറച്ചധികം ഫുഡ് ഞാൻ ഉണ്ടാക്കി വയ്ക്കാറുണ്ട് കേട്ടോ. എല്ലാ ദിവസങ്ങളിലല്ല, ഇടയ്ക്ക് മൂടുള്ളപ്പം മാത്രം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കാം. കാരണം ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടായി, അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ 2 ഫ്രിഡ്ജുണ്ട് കേട്ടോ. അപ്പോൾ ഏത് ഫ്രിഡ്ജിലാണ് വെച്ചതെന്ന് ഞാൻ മറന്നുപോയി ചിക്കനൊക്കെ. കാരണം ഇത് വാങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായി, 2-3 ദിവസം ആയിട്ടുണ്ടായി. അപ്പോൾ ചിക്കൻ ആദ്യം തന്നെ ഞാൻ എടുത്തിട്ട് വെള്ളത്തിലിട്ടു കേട്ടോ. അപ്പോൾ എൻ്റെ ഓഫ് ഇപ്പം കുറച്ചായിട്ട് മൺഡേയ്സിലാണ് എൻ്റെ ഓഫ്. അതായത് ഇവിടെ സാറ്റർഡേ സൺഡേ എനിക്ക് ഓഫ് കിട്ടാറില്ല. ഇപ്പം മൺഡേയ്സിലാണ് എൻ്റെ ഓഫ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. പ്ലെയിൻ പൊറോട്ടയാണ്. നമ്മുടെ നാട്ടിലത്തെ പൊറോട്ട എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ അടുത്ത് വരില്ല, ഒരു അനിയനോ ചേട്ടനൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇത് പ്ലെയിൻ പൊറോട്ടയാണ്. അപ്പോൾ അത് ഞാൻ വാങ്ങിയിട്ടുണ്ടായി. ഇത് ചൂടാക്കിയിട്ട് കറി ഉണ്ടാക്കി കഴിച്ചാൽ മതിയല്ലോ, അങ്ങനെയാണ് കേട്ടോ ഞാൻ മിക്ക ചെയ്യാറ്. ഒന്നെങ്കിൽ പൊറോട്ട, ചപ്പാത്തി, ഇടിയപ്പം, അതൊക്കെ ഇവിടെ ഓൾറെഡി ഹാഫ് കുക്ക്ഡ് അല്ലെങ്കിൽ റെഡി ടു ഈറ്റ് നമുക്ക് കിട്ടും കേട്ടോ. അത് ഞാൻ പാക്കറ്റിൽ വാങ്ങി വെക്കാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചിക്കൻ കറി വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുകയാണ്. അപ്പോൾ സവോളയും വെളുത്തുള്ളിയൊക്കെ ആദ്യം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് തക്കാളി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ആർഭാടായിട്ടൊന്നും ഉണ്ടാക്കാറില്ല, പെട്ടെന്ന് ചടപടയെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാറുള്ളൂ. അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ താഴേന്ന് വല്ല ഷവർമയോ, താഴേന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ. മലയാളീസിൻ്റെ ഷോപ്പ് തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് റെസ്റ്റോറൻറ്റ്സ് ആയിട്ടും അല്ലാണ്ട് ചെറിയ ഷോപ്സ് അങ്ങനെയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ കടകളുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ മോളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കും കേട്ടോ. ചെറിയ ചിക്കനോ, ബ്രോസ്റ്റഡ് ചിക്കനോ, KFCന്ന് അങ്ങനെയൊക്കെ ആയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചയക്കും. അങ്ങനെയാണ്. പിന്നെ എല്ലാ ദിവസവും കുക്ക് ചെയ്യാറില്ല, പക്ഷേ ഇപ്പം ഞാൻ കുറച്ചായിട്ട് മിക്ക ദിവസവും കുക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി പൊളിച്ചിട്ട് ഞാൻ ഇവിടെ സ്ലാബിൽ വെച്ച് തന്നെയാണ് ചെയ്യാറ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ക്ലീൻ ചെയ്തത് കേട്ടോ. സ്ലാബ് ഞാൻ ആദ്യം കഴുകിയിട്ട് തുടച്ചതുകൊണ്ടാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടെടുക്കും. പിന്നെ സവോള, തക്കാളി ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പം ഞാൻ ഇവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് ഇപ്പോൾ എനിക്കുള്ള ഫുഡ് മാത്രം ഞാൻ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കി വയ്ക്കാറുള്ളൂ, അധികം ഉണ്ടാക്കാറില്ല. പിന്നെ ഒരു വട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ 2 ദിവസത്തേക്കൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ഒത്തിരി അല്ലെങ്കിൽ ഒരുപാട് ഉണ്ടാക്കി വയ്ക്കാറില്ല, ഒരുമിച്ച് 2 ദിവസത്തേക്കുള്ളതൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അതായത് ചിക്കൻ ഒരുപാട് ഉണ്ടെങ്കിലും 2 ദിവസത്തേക്കുള്ളതേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഉണ്ടാക്കാറാണ്. കാരണം 2 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരേ കറി കഴിക്കുന്ന മടുപ്പല്ലേ. അപ്പോൾ 2 ദിവസത്തേക്ക് മാക്സിമം ഞാൻ ഒരുമിച്ച് ഉണ്ടാക്കി വയ്ക്കാറുള്ളൂ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ക്ലീൻ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അത് വെളുത്തുള്ളിയൊക്കെ പൊളിച്ചിട്ട് അപ്പം തന്നെ ഞാൻ വാഷ് ചെയ്തത്. ഇനി നമുക്ക് ചിക്കനൊക്കെ പൊളിച്ചെടുക്കാനുണ്ട്, അങ്ങനെ കുറേ പണികളുണ്ട്. ഇതിപ്പം നമ്മുടെ അരികൾ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ തിരിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ കുറേ പേര് ഷെയറിങ് ആണ്, അതായത് പാർട്ടീഷനാണെങ്കിലും ഫ്രിഡ്ജും കിച്ചണൊക്കെ നമ്മൾ ഷെയറിങ് ആണ്. അപ്പോൾ ഇവിടെ കുറേ ഫിലിപ്പീനോസൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അവരൊക്കെ നല്ല നീറ്റായിട്ട് കാര്യങ്ങൾ കിച്ചണൊക്കെ സൂക്ഷിക്കുന്നവരാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ചിക്കൻ സ്കിന്നുള്ള ചിക്കനാണ് വാങ്ങിക്കാറ്. എന്നിട്ട് ഞാൻ സ്കിന്ന് റിമൂവ് ചെയ്യും കേട്ടോ, കാരണം എനിക്ക് സ്കിന്ന് ഇഷ്ടമല്ല. അപ്പോൾ സ്കിൻ റിമൂവ് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കാറാണ് പതിവ്. ഞാൻ കട്ട് ചെയ്ത് ചിക്കൻ അധികം വാങ്ങിക്കാറില്ല, കാരണം അതിന് കമ്പാരിറ്റീവ്ലി വില കൂടുതലാണ്. അത് മാത്രമാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഇടയ്ക്ക് ഈ ഫുൾ ചിക്കൻ, ഹോൾ ചിക്കൻ ഓഫർ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ 2 ചിക്കനൊക്കെ ഒരുമിച്ച് വാങ്ങി വയ്ക്കും. എന്നിട്ട് അതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കാറാണ് ചെയ്യാറ്. അപ്പോൾ ഞാനിത് സ്കിൻ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം ചെയ്ത് എനിക്കിപ്പോൾ നല്ല എന്താ പറയുക, കൈ തഴമ്പിച്ച് ഒരു ആളാണ് ഞാൻ.
അപ്പോൾ പെട്ടെന്ന് പരിപാടിയൊക്കെ കഴിയും. ആദ്യം തുടക്കത്തിലൊക്കെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ കോഴിവെട്ടിൽ ഒരു പ്രോ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഞാൻ ഈസിയായിട്ട് പൊളിച്ചെടുക്കും. ഇനി ഇതാണ് അടുത്ത ടാസ്ക്. എനിക്കിപ്പോഴും അറിഞ്ഞൂടാ ഇത് ഏതിൻ്റെയൊക്കെ ഈ ബർണറിൻ്റെ ഏതൊക്കെ സ്വിച്ചാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അപ്പോൾ ഞാൻ റാൻഡമായിട്ട് കുറേ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ലൈറ്റർ കത്തിക്കലാണ് പതിവ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ കത്തിക്കിട്ടും. അപ്പം പിന്നെ അതിൽ ഞാനങ്ങ് കുക്ക് ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഞാൻ ആദ്യം പൊടികളൊക്കെ എടുത്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ളതെല്ലാം ഇട്ടിട്ട് ഞാൻ വീണ്ടും എല്ലാം കൂടെ തിരിച്ചു വയ്ക്കും. അപ്പോൾ ഞാൻ ആദ്യം ഇതൊക്കെ ഒന്ന് സോർട്ട് ചെയ്തെടുത്തു കേട്ടോ. ലൈക്ക് സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കൂടി. ഇതൊന്നും അങ്ങനെ കണക്കൊന്നുമില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് കഴിക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു ഐഡിയയിൽ ഉണ്ടാക്കുകയാണ്. പിന്നെ പൊടികളൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കി എടുക്കും കേട്ടോ. അപ്പോൾ ഈ പൊടികളൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും ഞാൻ സാധനങ്ങളൊക്കെ തിരിച്ചു വയ്ക്കും. കാരണം ചിലപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് കുക്ക് ചെയ്യാനൊക്കെ വരികയാണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ ഞാൻ സാധാരണ ഫുള്ള് ഇങ്ങനെ നിരത്തി വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ സൺഡേയ്സിലൊക്കെ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഓഫായിരിക്കും. മിക്കവാറും ഉള്ളവർക്കെല്ലാം ഓഫായിരിക്കും. അപ്പോൾ അവരൊക്കെ കുക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എനിക്കും ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഞാനിങ്ങനെ എല്ലാം നിരത്തി വയ്ക്കും കേട്ടോ. എല്ലാം നിരത്തി വെച്ച് ഞാൻ ശീലിച്ചു പോയി. പിന്നെ ഞാനിപ്പോൾ ഒരുപാട് ഒതുക്കി വെച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഇപ്പം എൻ്റെ ഓഫിൻ്റെ ദിവസം ആർക്കും ഇവിടെ ഓഫ് ഉണ്ടാവാറില്ല. അതുകൊണ്ട് അത് പിന്നെ പ്രശ്നമല്ല. അപ്പം എനിക്ക് മാത്രമേ ഓഫ് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ കിച്ചണിലൊന്നും ആരും ഉണ്ടാവില്ല ഈ സമയത്ത്, പ്രത്യേകിച്ച് ഉച്ച സമയത്ത് ആരും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ആർഭാടമായിട്ട് കിച്ചൺ എൻ്റെ സ്വന്തം തറവായിട്ടാക്കിയിട്ടാണ് ഞാൻ ഒക്കെ ഉണ്ടാക്കാറ്. അപ്പം അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ചിക്കൻ വെന്ത് മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റാക്കി ഞാൻ വെച്ചു. അതിൻ്റെ കൂടെ ഞാൻ പൊറോട്ട ചുടാൻ വെച്ചിട്ടുണ്ട്. മിക്കവാറും ഞാൻ കാര്യങ്ങളെല്ലാം ഒരുമിച്ചാണ് ചെയ്യാറ്. ലൈക്ക് ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ചെയ്യുക അങ്ങനെയല്ല, ഒരുമിച്ച് ഞാൻ എല്ലാം കൂടെ ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പം ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ലൈക്ക് ഇപ്പോൾ ചിക്കൻ വെക്കുകയാണെങ്കിൽ ആ കറി ആവുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ചായ റെഡിയാവും, പൊറോട്ട റെഡിയാവും. അങ്ങനെ ചെയ്യാറ്. ഇപ്പോൾ ഞാൻ ചിക്കൻ വേവാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ പൊറോട്ട ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് സാധാരണ ഞാൻ ചെയ്യാറ്. ഈ പറഞ്ഞ പോലെ എനിക്ക് സ്റ്റവ് ഇപ്പോഴും അറിഞ്ഞുകൂടെ ഏതൊക്കെയാണെന്ന്. ഞാനത് എപ്പോഴും തെറ്റിക്കും കേട്ടോ. ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് എല്ലാം ഓണാക്കി കണ്ടുപിടിച്ചിട്ട്. പക്ഷെ എന്നാലും അടുത്ത ദിവസം വരുമ്പോഴത്തേക്കും ഞാൻ മറന്നുപോകും. അത് എന്താണെന്ന് എനിക്കും ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അപ്പം ഞാനിപ്പോൾ പൊറോട്ട ചുട്ടെടുക്കുന്നുണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ വീറ്റാണ് കേട്ടോ, നമ്മുടെ ഗോതമ്പ് പൊറോട്ട തന്നെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ പൊറോട്ട പോലെയല്ല, ചപ്പാത്തീൻ്റെയും പൊറോട്ടേൻ്റെയും ഇടയ്ക്കുള്ളൊരു സാധനമാണ്. വേണമെങ്കിൽ ഇനിയിപ്പോൾ എന്ത് പേരിടാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചപ്പാത്തീൻ്റെ ഒരു ലെവലും പൊറോട്ടേൻ്റെ ഒരു രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. പാല് ഞാൻ പാക്കറ്റായിട്ട് ഇതുപോലെയാണ് വാങ്ങിക്കാറ്. ബോട്ടിലിൽ അത് ഞാൻ 4 എണ്ണത്തിൻ്റെ ഒരുമിച്ച് വാങ്ങി വയ്ക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ അതൊരു 2 ആഴ്ചത്തേക്കൊക്കെ എനിക്കുണ്ടാവും. 2 ആഴ്ചത്തേക്ക് ഉണ്ടാവും. അപ്പോൾ അതേ നമ്മുടെ കറിയും ചിക്കൻ കറിയും പൊറോട്ടയും റെഡി ആയിട്ടുണ്ട്. ഇനി ചായയും കൂടെ ആയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആരും ഇല്ലയെന്ന് വിചാരിച്ചിരുന്നിട്ട് കഴിക്കാൻ നേരമായപ്പം പുറത്തൊരാളുണ്ടായിരുന്നു. അപ്പം ഞാനതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് തന്നെ കഴിച്ചു കേട്ടോ. കിച്ചണിൽ നിന്ന് തന്നെ കഴിച്ചു. കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ഫുള്ള് തുടച്ചിട്ടു കേട്ടോ. സ്റ്റൗവ് ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോഴേ തുടയ്ക്കും. ഇതാണ് എൻ്റെ പാത്രങ്ങൾ സ്റ്റോർ ചെയ്യണ ഏരിയ. അപ്പോൾ എനിക്ക് ഒരു ഫുൾ കബോർഡ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സാധനങ്ങളൊന്നും അതിൽ കൊള്ളൂല. എനിക്ക് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഈ മുകളിലത്തെ ഒരു കബോർഡ് ഫുൾ എൻ്റെയാണ്. പക്ഷേ അതിനകത്ത് എൻ്റെ സാധനങ്ങളൊന്നും കൊള്ളാത്തതുകൊണ്ട് ഇത് ഓവനാണ് കേട്ടോ. നമ്മുടെ ഗ്രില്ല് ചെയ്യുന്ന ഓവനാണ്. അതിൻ്റെ അകത്താണ് ഞാൻ എൻ്റെ പാത്രങ്ങളൊക്കെ സ്റ്റോർ ചെയ്തേക്കുന്നത്. കാരണം ഈ ഓവൻ ഇവിടെ ആരും യൂസ് ചെയ്യണില്ല. അപ്പോൾ ഇത് നമ്മൾ ഓണാക്കത്തേ ഇല്ല. അതുകൊണ്ട് അതിലാണ് ഞാനെല്ലാം സ്റ്റോർ ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ. പാത്രങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ അങ്ങ് കഴിച്ചു. കാരണം പുറത്ത് ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ബാൽക്കണിയിൽ ഇരുന്നിട്ടാണ് കഴിക്കാറ്. അപ്പോൾ ബാക്കിയുള്ള കറി ഞാൻ ഇപ്പോൾ കഴിക്കാനുള്ള എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളത് ഞാൻ അങ്ങനെ ഒരു പാത്രത്തിലിട്ടിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെക്കുകയാണ് കേട്ടോ. പിന്നെ ബാക്കിയുണ്ടായിരുന്ന ചിക്കനും എടുത്ത് വെച്ചു. എന്നിട്ട് ഞാനൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. പുറത്ത് പോകാൻ വേണ്ടിയിട്ട് മുടി എങ്ങനെ കെട്ടുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേറെ പണിയൊന്നും ഇല്ല, അതുകൊണ്ടാണ്. ഒന്നും ലാസ്റ്റ് ഒത്തില്ല. ലാസ്റ്റ് നമ്മുടെ സ്ഥിരം പരിപാടി പോണിറ്റെയിൽ, അത് മാത്രമേ ഉള്ളൂ. മുടി കെട്ടി. പിന്നെ ഞാൻ പുറത്ത് പോയിട്ട് ലൈക്ക് എനിക്കൊന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് വേറൊരു കാര്യമാണ്, അത് കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ ഞാൻ റെഡിയായി, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഡ്രസ്സ്. ഇത് മാക്സിൽ നിന്ന് വാങ്ങിയ ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിട്ടിട്ടാണ് ഞാൻ പോകുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്ന. ഇത് ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ അടുത്താണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അടുത്താണ്. അപ്പോൾ ലിഫ്റ്റിൽ കയറിയിട്ട് ഞാൻ താഴേക്ക് പോവാണ്. താഴെ പോയിട്ട് ഇവിടെ നടന്നു പോകാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ, വളരെ കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ് ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഇത്
ആ കാണുന്ന ബിൽഡിങ്ങാണ്, ഫ്രണ്ടിൽ കാണുന്ന ആ ബിൽഡിങ്ങാണ് നമ്മുടെ ഇവിടുത്തെ മോൾ ഓഫ് എമിറേറ്റ്സ്. അപ്പോൾ മുകളിലാണ് ഞാൻ പോവുക. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ ഇതാണ് അതിലുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കൊരു കപ്പ് കേക്ക് ഉണ്ടായിരുന്നു, പിന്നെ ബിരിയാണി, പിന്നെ ഒരു നമ്മുടെ കടലമിഠായി ഇല്ല, നാട്ടിലത്തെ കടലമിഠായി, പിന്നെ ഇത് ഡേറ്റ്സ് ആണ്, പിന്നെ ഒരു ആപ്പിളും ഓറഞ്ചും ഒരു ലെബനപ്പും ഒരു വെള്ളവും ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ബോട്ടിൽ വെള്ളവും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്ന പാടെ തന്നെ ഞാനത് പൊട്ടിച്ചിട്ട് ഈ കേക്കും കടലമിഠായിയൊക്കെ ആദ്യം ഞാൻ കഴിച്ചു കേട്ടോ. അത് മൊത്തം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം ഉണ്ടായി, കാരണം അത്രയും നേരം ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കഴിച്ചപ്പോഴത്തേനും ആ വിശപ്പ് അങ്ങ് അടങ്ങി. പിന്നെ എനിക്ക് കുറച്ചുകൂടെ പണികളുണ്ട്, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ തുണി ഇടാൻ പോവാണ്. തുണി ഇട്ടിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ എടുത്തിട്ട് എനിക്ക് വിരിച്ചിടണം ഉണങ്ങാനായിട്ട്, കാരണം വെയിൽ പോകുന്നതിന് മുമ്പ് ഇടുകയാണെങ്കിൽ കുറച്ച് ഉണങ്ങി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഇത് വന്നിട്ട് വിരിച്ചിട്ട് എടുത്തു കേട്ടോ, കാരണം അല്ലെങ്കിൽ നാളെ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ഉണങ്ങില്ല. അപ്പോൾ ഇപ്പം തന്നെ രാത്രിയായി. അപ്പോൾ ഞാൻ ഡ്രസ്സ് ഇവിടെ വിരിച്ചിടുകയാണ് കേട്ടോ. ബാൽക്കണിയിലാണ് നമ്മൾ തുണി ഉണങ്ങാനിടുന്നത് ഇവിടെ. പിന്നെ ഞാൻ കുളിച്ചിട്ട് ഫുഡ് കഴിക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ബിരിയാണി. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് സാലഡ് എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ സാലഡും കൂടെ കൂട്ടിയിട്ട് കഴിക്കുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ദിവസം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.